ഹലോ, വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ ഗുഡ് മോർണിംഗ്, എന്തുണ്ട് വിശേഷം? സോ ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഗ്ലോബൽ മാർക്കറ്റ് നമുക്ക് നോക്കാം. ഇസ്രായേൽ, ഇറാൻ ആൻഡ് US കോൺഫ്ലിക്റ്റ് ഇപ്പം ഏകദേശം സമാധാന കരാറൊക്കെ ആയി എന്ന് പറയുന്ന രീതിയിൽ മുൻപോട്ട് പോകുന്ന നേരത്താണ് US-ൻ്റെ ഒരു ഹെലികോപ്റ്റർ ഇറാൻ ഡ്രോൺസ് ഉപയോഗിച്ച് തകർത്തു എന്നുള്ളൊരു ന്യൂസ് വന്നിരുന്നത്. ശേഷം US സ്ട്രൈക്സ് വീണ്ടും തുടങ്ങിയെന്നും ഇറാൻ തിരിച്ച് സ്ട്രൈക്സ് തുടങ്ങി എന്നൊക്കെ കേൾക്കുന്നു. എന്തായാലും ഗ്ലോബൽ മാർക്കറ്റിൽ അതിൻ്റെ അലയൊലികൾ ഉണ്ടാകാൻ പോവുകയാണ്. ക്രൂഡ് പ്രൈസ് ഇന്നലെ നല്ല രീതിയിൽ കുറഞ്ഞിരുന്നു. ബട്ട് വീണ്ടും ക്രൂഡ് പ്രൈസ് ഇങ്ങനെയാണെങ്കിൽ കയറാൻ തന്നെയാണ് സാധ്യത. ഓക്കെ, അപ്പം നമുക്ക് ഡോ ജോൺസിന്റെ ഫ്യൂച്ചർ നോക്കാം. 39 പോയിന്റ് ഡൗൺ സൈഡാണ്. നാസ്ഡാക്കിന്റെ ഒക്കെ ക്ലോസിംഗ് നോക്കുമ്പോൾ നെഗറ്റീവ് ക്ലോസിംഗ് ആയിരുന്നു. മോസ്റ്റ്ലി യൂറോപ്യൻ മാർക്കറ്റ്സ് നമുക്ക് ശ്രദ്ധിക്കുമ്പോഴത്തേക്കും ക്ലോസിംഗ് എല്ലാത്തിൻ്റെയും നെഗറ്റീവ് ആണ്, അല്ലെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടാണ് ട്രേഡ് ചെയ്തേക്കുന്നത്. ആൻഡ് ഇൻട്രസ്റ്റിംഗ്ലി നമ്മൾ ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുമ്പോൾ 100 പോയിന്റ്സ് അപ്സൈഡ് ആണ്. ഇന്നലത്തെ ആ ഒരു ബൈയിങ് പ്രഷറിന് ശേഷം ഗിഫ്റ്റ് നിഫ്റ്റി അപ്സൈഡ് ആണ് കാണിക്കുന്നത്. നിലനിൽക്കോ ഇല്ല എന്നുള്ള സംശയമാണ്. കാര്യം ഓവറോൾ ഏഷ്യൻ മാർക്കറ്റ്സിൽ ഒരു സെല്ലിംഗ് പ്രഷറാണ് നിലനിൽക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ജാപ്പനീസ് മാർക്കറ്റ്സ് നോക്കുകയാണെങ്കിൽ 400 പോയിന്റ്സ് ഡൗൺ സൈഡ് ആണ്. സ്ട്രേറ്റ് ടൈം 60 പോയിന്റ്സ് ആണ്. ഹാങ്സെങ് 150 and 130 പോയിന്റ്സ് ഡൗൺ സൈഡ് ആണ്. അപ്പം മാർക്കറ്റിൽ ഓവറോൾ ഒരു നെഗറ്റീവ് ആണെങ്കിൽ നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി 120 പോയിന്റ്സ് അപ്സൈഡ് ആണ് ട്രേഡ് ചെയ്യുന്നത്. സോ നമ്മൾ അത് പ്രതീക്ഷിച്ചിരിക്കേണ്ട. നമുക്ക് എന്തായാലും ഒരു ഫോളോ എക്സ്പെക്ട് ചെയ്ത് തന്നെ നമുക്ക് മുൻപോട്ട് പോകാം. ഓക്കെ, അപ്പം നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് ഞാൻ പോവുകയാണ്. അപ്പം നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് പോകുമ്പം ലെവൽസ് ഒന്നും ഞാൻ മാറ്റുന്നില്ല. 2 ദിവസമായിട്ട് ഫോളോ ചെയ്യുന്ന അതേ ലെവൽസ് കീപ്പ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാര്യം നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സോണിൻ്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്ക് മാർക്കറ്റ് റീബൗണ്ട് ചെയ്യുകയാണ് ഉണ്ടായത്. ആൻഡ് മാർക്കറ്റിൽ ഇനി ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതൊരു സെല്ലിംഗ് പ്രഷർ നേടുന്ന സോണായിട്ട് 27,280 നിലനിൽക്കുകയാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റിൽ മുൻപോട്ട് പോവുക. ഡൗൺ സൈഡ് വരുവാണെങ്കിൽ 23,000 ആയിരിക്കും മാർക്കറ്റിന്റെ ഒരു ഡിമാൻഡ് സോണായിട്ട് ആക്ട് ചെയ്യുക. അതായത് ഇന്നൊരു വലിയ സെല്ലിംഗ് പ്രഷർ ഉണ്ടായെന്ന് വെച്ചോ, 200 പോയിന്റ്സ് അല്ലെങ്കിൽ 300 പോയിന്റ്സ് ഒക്കെ ഡൗൺ സൈഡ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ടായെന്ന് തന്നെ വെച്ചോ നിങ്ങൾ. 200 പോയിന്റ്സ്, അത് ഈ ഒരു ഏരിയ ഉണ്ടല്ലോ 22,916 to 23,000, ഈ ഒരു 100 പോയിന്റ്സ് ഏരിയ ആയിരിക്കും ഞാൻ മാർക്കറ്റിന്റെ ഒരു ഡിമാൻഡ് സോണായിട്ട് കണക്കാക്കുക. ഈ ഒരു സോൺ ഇടിഞ്ഞ് പോവുകയാണെങ്കിൽ ഓക്കെ, പ്രോപ്പർലി 22,514 എത്തുമെന്നുള്ള പ്രതീക്ഷയിലായിരിക്കും ഞാൻ നിൽക്കുക. പിന്നെ നമ്മൾ കൂടുതൽ പ്രതീക്ഷകൾ ഒന്നുമില്ല. ലൈക്ക് സ്വിംഗ് ട്രേഡിംഗ് ഒക്കെ ആണെങ്കിൽ സ്റ്റോപ്പ് ലോസുകൾ ഡീപ്പ് അല്ലാത്തടത്തോളം ഞാനത് സ്റ്റോപ്പ് ലോസ് ഒക്കെ അടിക്കുകയാണെങ്കിൽ എക്സിറ്റ് ചെയ്യും. ഇപ്പോൾ ഓൾറെഡി ഞാൻ കുറേ ക്വാണ്ടിറ്റിയിൽ സ്വിംഗ് ട്രേഡിംഗ് ഒക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ആൻഡ് നിലവിൽ അടുത്ത 23,400. അപ്പോൾ ആദ്യം 23,270 ബ്രേക്ക് ചെയ്ത് ഇന്നത്തെ ഒരു സസ്റ്റെയിനിങ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. ഇത് സസ്റ്റെയിൻ ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മളെന്താ കൂടുതൽ പൊസിഷൻസ് ഒന്നും എടുക്കാതെ മാർക്കറ്റിൽ ഓവറോൾ വാച്ച് ചെയ്യാനായിരിക്കും ഞാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ആൻഡ് ഈ ഇന്നലെ വരച്ച അതേ സപ്ലൈ സോൺസ് ഞാൻ ഇന്നും കീപ്പ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു സോണിൽ നമുക്ക് നോക്കാം. എന്നാലും മാർക്കറ്റ് ഇന്ന് എന്തായാലും നമ്മൾ സർപ്രൈസ് ചെയ്യാനാണോ നിൽക്കുന്നതെന്ന് അറിയില്ല. എന്നാൽ ഗിഫ്റ്റ് നിഫ്റ്റി എന്തായാലും നിലവിൽ അപ്പാണ്. എന്നാലും ഞാൻ ആ പ്രതീക്ഷയിൽ അപ്സൈഡ് ആയതുകൊണ്ട് ഇന്ന് മൊമെന്റം കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല. എന്തായാലും വെയിറ്റ് ആൻഡ് വാച്ച് എന്നുള്ള രീതിയിൽ തന്നെ മുൻപോട്ട് പോകാനായിരിക്കും ഞാൻ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ കൂടുതൽ സ്റ്റോക്സ് ഒന്നും ഡിസൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ആക്റ്റീവായിട്ട് മുൻപോട്ട് പോകുന്നുണ്ട്. ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർക്ക് ജോയിൻ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റിലുണ്ടെങ്കിൽ ഈ ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. എൻ്റെ പേഴ്സണൽ ട്രേഡ്സും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയുടെ ലെവൽസ് അങ്ങനെ തന്നെ നമുക്ക് നോക്കാം. ഈ ലെവൽസ് തന്നെ കീപ്പ് ചെയ്യാം. 23,400, 23,556. അപ്പോൾ ഈ ലെവൽസ് എല്ലാം നോക്കിയ ശേഷം നമുക്ക് ഡിസൈഡ് ചെയ്യാം എന്താണ് ഇന്ന് മാർക്കറ്റിന്റെ റിയാക്ഷൻ എന്ന്. വേറെ ഒന്നും നോക്കണ്ട, ഈ ലെവൽസ് എല്ലാം മാർക്ക് ചെയ്ത് എന്താണ് മാർക്കറ്റ് ചെയ്യുന്നത് നമുക്ക് വെയിറ്റ് ആൻഡ് വാച്ച് എന്നുള്ള രീതിയിൽ നിൽക്കാം. ഓക്കെ, അപ്പോൾ അതായിരിക്കും ബെറ്റർ. അപ്പം ഞാനിന്ന് ട്രേഡ്സ് എടുത്തത് ഒരുപാട് സ്റ്റോക്സ് ട്രേഡ് എടുത്തിട്ടുണ്ട്. അപ്പം അതിൽ 1-2 അപ്സൈഡ് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. എന്തായാലും കൂടുതൽ സ്റ്റോക്സ് എടുക്കാതെ എന്തായാലും മാർക്കറ്റിനെ ജസ്റ്റ് ഒന്ന് വാച്ച് ലിസ്റ്റിലിട്ട് നോക്കാനാണ് എൻ്റെ ഒരു മൈൻഡ് സെറ്റ് ഉള്ളത്. ഇപ്പോൾ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്ക് ഞാൻ വാച്ച് ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ 280 റേഞ്ചിന് എബോവ് ട്രേഡ് ചെയ്യുകയാണ്. അപ്പം ഇവിടെയൊക്കെ എന്താണ് പ്രൈസ് ആക്ഷൻ ബേസ് ഉണ്ടാവണേന്ന് നോക്കിയിട്ട് തീരുമാനം എടുക്കാം. അപ്പോൾ ഇന്നത്തെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഒരു ട്രാപ്പ് ആണോ എന്നുള്ളൊരു സംശയമുണ്ട്. മാർക്കറ്റ് ഇത്രയും ഒരു അപ്സൈഡ് 100 പോയിന്റ്സിന് അപ്സൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു അവസ്ഥയിൽ അത് വലിയ കാര്യമാണ്. അപ്പോൾ ഈ ഒരു ട്രാപ്പിലാണോ മാർക്കറ്റ് ബയോസിനെ കൊണ്ട് ഇടുന്നതെന്നും അറിയത്തില്ല. എന്നാലും നമുക്ക് വെയിറ്റ് ആൻഡ് വാച്ച് എന്നുള്ള ഒരു കാര്യം മാത്രമേ ഇന്നത്തെ ദിവസം ഞാൻ ചെയ്യത്തുള്ളൂ. ഓക്കെ, സോ താങ്ക് യു.